ഹായ്, നമ്മളുടെ നാട്ടിൽ നിന്നിട്ട് വിദേശ യൂണിവേഴ്സിറ്റികളുടെ അല്ലെങ്കിൽ വിദേശത്തുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഡിഗ്രിയോ ഡിപ്ലോമയോ സർട്ടിഫിക്കറ്റ് നേടാമെന്ന് പലപ്പോഴും ഞാനിവിടെ പല അഡ്വർടൈസ്മെൻറ്റും കണ്ടിട്ടുണ്ട്. ആക്ച്വലി ബിവെയർ ഓഫ് ദിസ്. കാരണം ഇത് പൊതുവേ ഒരു സ്കാം ആവാനുള്ള എല്ലാ പോസിബിലിറ്റിയും കാണുന്നുണ്ട്. കാരണം നമ്മളുടെ നാട്ടിൽ UGC നിയമപ്രകാരം ഡിഗ്രി പ്രോഗ്രാംസ് നമുക്ക് ഇവിടെ റൺ ചെയ്യിക്കാൻ പറ്റില്ല. വിദേശ രാജ്യങ്ങളിൽ ഒരു സ്റ്റേറ്റിൻ്റെ ഡിഗ്രി പ്രോഗ്രാം പോലും മറ്റൊരു സ്റ്റേറ്റിൽ ഇപ്പോൾ അവിടെ റൺ ചെയ്യാൻ പോസിബിൾ അല്ല. അപ്പോൾ പിന്നെ വിദേശ ഒരു രാജ്യത്തിൻ്റെ കോഴ്സ് ഇവിടെ നിങ്ങൾക്ക് എത്ര ശതമാനം ഉണ്ടെന്നുള്ളത് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കേണ്ട കേസാണ്. പലപ്പോഴും കുറച്ച് നാൾ മുമ്പ് നമുക്കിവിടെ കോഴ്സിൻ്റെ കുറച്ച് പഠിച്ചിട്ട് പിന്നെ ഓസ്ട്രേലിയയിൽ പോയി പഠിക്കാം, അല്ലെങ്കിൽ US പോയി പഠിക്കാം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അഡ്വർടൈസ്മെൻറ്റും അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിനുശേഷം ഓസ്ട്രേലിയയിൽ ചെന്നതിന് ശേഷമാണ് സ്റ്റുഡൻസ് ഇത് അവിടുത്തെ ഈ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ വെറും പേരിലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് കുറേ അപ്ഡേറ്റ്സ് ഞാൻ കണ്ടിരുന്നു. ഇപ്പോൾ റീസെൻ്റ്ലി അതുപോലെ തന്നെ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ്, അതേപോലെ മറൈൻ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടൊക്കെ വിദേശ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഇവിടെ കിട്ടും എന്ന് പറഞ്ഞിട്ട് പരസ്യം ഞാൻ കാണുന്നുണ്ട്. ഇതിൻ്റെ മെറിറ്റ്സ് ഓഫ് കോഴ്സ് നിങ്ങൾക്കൊരു വിദേശ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ സർട്ടിഫിക്കേഷൻ കിട്ടും എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ക്രെഡിബിലിറ്റിയും ഇത് പഠിച്ചിട്ട് നിങ്ങൾക്ക് ഓഫ് കോഴ്സ് നിങ്ങൾ പുറത്തോട്ട് ഒരു ജോലി നോക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരായിരിക്കാം. അപ്പോൾ ഈ ഇങ്ങനൊരു ഇത് പഠിച്ചിട്ട് നിങ്ങൾക്ക് പുറത്ത് പോയിട്ട് ഇതിൻ്റെ അഫിലിയേഷനും അല്ലെങ്കിൽ ഇതിൻ്റെ ആക്സെപ്റ്റൻസ് എത്രമാത്രം ഉണ്ടെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഈ തരം കോഴ്സുകൾക്ക് എൻറോൾ ചെയ്യാൻ പാടുള്ളൂ. കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മുടെ നാട്ടിൽ ഈ സെയിം കോഴ്സ് ഓഫർ ചെയ്യുന്ന പല ഇൻസ്റ്റിറ്റ്യൂഷൻസിനേക്കാളും ഒരുപാട് കൂടുതലാണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചാർജ് ചെയ്യണത്. കാരണം നിങ്ങൾ പുറത്തുനിന്നുള്ള ഒരു ഡിപ്ലോമ എടുക്കുന്നു എന്നുള്ളതിൻ്റെ പേരിൽ ആയതുകൊണ്ട് തന്നെ. പക്ഷെ ഇതിന് നിങ്ങൾക്ക് ജോബ് കൺവേർഷൻ എത്ര ശതമാനം ഉണ്ട്, ഈ കോഴ്സ് പഠിച്ചാൽ നിങ്ങൾക്ക് ജോബിൻ്റെ പോസിബിലിറ്റി, നിങ്ങൾക്ക് ഒരു എംപ്ലോയർ കണ്ടുപിടിക്കാൻ, പുറം രാജ്യങ്ങളിലൊരു എംപ്ലോയർ കണ്ടുപിടിക്കാൻ എത്രമാത്രം പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളത് നിങ്ങളത് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം ഈ ഇത്തരം ഇൻസ്റ്റിറ്റ്യൂഷനിൽ എൻറോൾ ചെയ്യുക. ഇപ്പോൾ പല സാഹചര്യം, ഇപ്പോൾ ദുബായിൽ അല്ലെങ്കിൽ പല രാജ്യങ്ങളിലും നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയണം, ഓസ്ട്രേലിയയിലെ യൂണിവേഴ്സിറ്റിയുടെ ഓഫ് ക്യാമ്പസ് ദുബായിലുണ്ട്. അപ്പം നിങ്ങൾക്ക് അത് ക്രെഡിബിൾ ആണ്. കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ യൂണിവേഴ്സിറ്റി അവരുടെ ഒരു ഓഫ് ക്യാമ്പസ് അവിടെ തുടങ്ങിയിരിക്കുന്നത്. സിംഗപ്പൂർ അങ്ങനെ പല യൂണിവേഴ്സിറ്റിയുടെ, ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റി, തോമസ് കുക്ക് യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ ഓഫ് ക്യാമ്പസ് അവിടെയുണ്ട്. അവിടെ കുറഞ്ഞ ഫീസാണ് കമ്പയർഡ് ടു ഓസ്ട്രേലിയയുടെ ഇപ്പോൾ തോമസ് കുക്ക് യൂണിവേഴ്സിറ്റിയുടെ സിംഗപ്പൂർ ക്യാമ്പസിൽ ഫീസ് കുറവാണ്. അത് പോസിബിൾ ആണ്. കാരണം അവരുടെ ഇൻഫ്രാസ്ട്രക്ചറും അവിടുത്തെ എക്സ്പെൻസും സ്റ്റാഫിന്റെ കൊടുക്കുന്ന സാലറി, ലെക്ചേഴ്സിന്റെ സാലറി എല്ലാം വെച്ച് നോക്കുമ്പോൾ അവർക്ക് കുറേ ഫീസിബിൾ ആയതുകൊണ്ടാണ് സിംഗപ്പൂർ ക്യാമ്പസ് ഔട്ടർ ക്യാമ്പസ് വരുന്നത് ഫീസ് കുറവ്. അതൊക്കെയാണ്. പക്ഷേ ഡയറക്റ്റ് ക്യാമ്പസ് ഇവിടെ ഇല്ലാതെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ സർട്ടിഫിക്കേഷൻ കൊടുക്കുക എന്നുള്ളത് നിങ്ങളൊന്ന് സംശയിക്കേണ്ട കാര്യം തന്നെയാണ്. നിങ്ങൾ ഒരുപാട് പൈസയും അല്ലെങ്കിൽ ഒരുപാട് സമയവും ഇൻവെസ്റ്റ് ചെയ്ത് പഠിച്ചതിന് ശേഷം നിങ്ങൾ പാസ്ഡ് ഔട്ട് ആയിട്ട് നിങ്ങൾ പിന്നീട് ജോലിക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഇതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു കോഴ്സ് നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോഴായിരിക്കാം നിങ്ങൾ ഇതിൻ്റെ ഒരു റിയൽ സൈഡ് കാണാൻ പോകുന്നത്. അത് മാത്രമല്ല, നിങ്ങൾ ഈ ഒരു സർട്ടിഫിക്കറ്റ് വെച്ചിട്ട്, പ്രത്യേകിച്ച് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്ത്, ഇപ്പൊ കാനഡയോ അല്ലെങ്കിൽ ന്യൂസിലാൻഡോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു രാജ്യത്ത് നിങ്ങൾ ഈവൻ വിത്ത് IELTS നിങ്ങൾ ഇതിന്റെ ഫർദർ സ്റ്റഡീസിന് ചിലപ്പോൾ ട്രൈ ചെയ്യുമ്പോഴായിരിക്കും ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫർ ചെയ്യണം അല്ലെങ്കിൽ ഈ ഡിപ്ലോമ ഓഫർ ചെയ്യണ ക്രെഡിറ്റ് സ്കോറിന്റെ വാലിഡിറ്റിയും അതിന്റെ ആക്സെപ്റ്റൻസും നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോഴത്തേക്കും ചിലപ്പോൾ ഒരുപാട് ഡിലേ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇന്ന് ഓൺലൈനിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇതിന്റെ കാര്യങ്ങൾ സെർച്ച് ചെയ്ത് നോക്കാനും ഇതിന്റെ പോസിബിലിറ്റീസും നോക്കാനൊക്കെ. എൻ്റെ പേഴ്സണലി ഒരു സജഷൻ പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ, പ്രത്യേകിച്ച് വിദേശത്തുള്ള ഏതെങ്കിലും രാജ്യത്തിൻ്റെ ഡിപ്ലോമയോ ഡിഗ്രിയോ എടുക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ മാക്സിമം അവിടെ തന്നെ പോയി പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. കാരണം ഡയറക്റ്റ് ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി പഠിച്ച് പാസ്സാവുന്നതിൻ്റെ അത്രയും വാലിഡിറ്റി ഒരിക്കലും നമ്മുടെ നാട്ടിലുള്ള ഒരു ഓർഗനൈസേഷനും കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇവരുടെ പ്രോപ്പർ ഇവിടുത്തെ റെപ്രസെൻറ്റേറ്റീവ്സോ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും ആവണം എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കുന്ന സബ്ജക്ട്സിൻ്റെ ക്രെഡിറ്റ് സ്കോർ മറ്റുള്ള പുറത്തുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് എത്രമാത്രം ഇത് വാല്യൂ ചെയ്യണു എന്നുള്ളതും കൂടെ നിങ്ങൾ നോക്കി ഉറപ്പുവരുത്തുക.
അപ്പം ശരിയാണ്, നിങ്ങൾക്ക് നിങ്ങൾ എല്ലാവരും പഠിത്തം കൊണ്ട് ബെസ്റ്റ് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അതും കുറേ കൂടെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ കിട്ടുകയാണെങ്കിൽ നല്ലതെന്ന് വിചാരിക്കുന്നവരാണ് എല്ലാവരും. പക്ഷേ അങ്ങനെ ഒരു തോട്ടിൽ പോയിട്ട് നിങ്ങൾ കൂടുതലൊരു പ്രശ്നങ്ങളിലേക്ക് പോവാതെ നോക്കുക എന്നുള്ളതും ഒരു ഉത്തരവാദിത്വം തന്നെയാണ്. അതുകൊണ്ട് ഇതൊരു അവയർനെസ് ആയിട്ട് പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം പുറത്തേക്ക് പോയി പഠിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻ്റ് ആണെങ്കിൽ പ്ലീസ് കോൺടാക്ട് us. അതുപോലെ തന്നെ IELTS ഓൺലൈൻ, IELTS OET PT, അതുപോലെ ഡ്യുവലിംഗോ ട്രെയിനിങ് നിങ്ങൾ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ഞങ്ങളെ വിളിക്കാം. ഓൺലൈൻ കോച്ചിങ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ വഴി ട്രെയിനിങ് എടുത്ത് സ്കോർ എടുത്ത് അതിന് ശേഷം പുറത്തേക്ക് പോകുന്ന സ്റ്റുഡൻ്റ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ IELTSൻ്റെ ടോട്ടൽ കോച്ചിങ് ഫീസ് നമ്മൾ റീഇംബേഴ്സ് ചെയ്ത് തരുന്നതാണ്. സോ അവൈൽ ദിസ് ഓഫർ. അതുപോലെ ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് us ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.